സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഭഗവാനെ, എന്താണ് കാണുന്നത്? ഗബ്രി ഗബ്രി ഒന്ന് വരൂ, ഗബ്രി ഒന്ന് വരൂ, ഗബ്രി ഒന്ന് കെട്ടിപ്പിടിക്കൂ ഗബ്രി. ഇതിനെന്തടേ ഇത് എന്തൊരു ജന്മമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് മനുഷ്യജന്മം തന്നെയാണോ? അതായത് ആ തന്തയും തള്ളയും വന്നിട്ട് ഇത്രമാത്രം പറഞ്ഞിട്ട് ഇതിനൊരു ബുദ്ധിയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് ഇതിനെ? അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ജാസ്മിൻ്റെ കാര്യം തന്നെയാണ്. അതായത് ജാസ്മിൻ്റെ കാര്യം പോക്കാണ് മക്കളെ, പോക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഗബ്രി ഇതിനെ കെട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗബ്രി ഇതിനെ കെട്ടാൻ പോകുന്നുണ്ടോ? ഒരിക്കലും കെട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഗബ്രി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗെയിം അവിടെ തീർന്നു. അതായത് ഇനി ഗെയിമൊന്നുമില്ല. ഇനി ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ്. ആ ഗെയിമിൽ ഞാൻ ആരെയൊക്കെ കൂട്ടണം, ആരെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുക, അല്ലാതെ വേറെ ആരുമല്ല. അതുകൊണ്ട് തന്നെ ഗബ്രി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൂമ്പാറ്റിയായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ വാഴയിലയിൽ ഗബ്രി 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 എന്നുള്ള പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്തേനെയും തള്ളേനെയും ഇല്ലേ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തുമാത്രം കാര്യങ്ങൾ അവർ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ തന്തയും തള്ളക്കാണെങ്കിൽ ഇത് കിട്ടണമെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂവെങ്കിൽ ഒലക്കടിച്ച് വളർത്തണം എന്നാണ് ഞാൻ പറയാ. ഒലക്കടിച്ച് വളർത്തണം. അതാണ് ഈ ഒലക്കടിച്ച് വളർത്താതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറ്റിപ്പോകുന്നത്. എന്തിന് കൊള്ളാമിനി? ഈ ബിഗ് ബോസ് എന്ന് കപ്പും കൂടി കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കപ്പ് ഇതിന് ഒരിക്കലും കിട്ടാൻ പോകുന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുല്ല ആർമി എന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട്. ഈ മുല്ല ആർമിയിലുള്ള കുറേ വേട്ടാവളിയന്മാർ വന്നിട്ട് പിന്നെ എന്താ പറയുന്നത് എന്ന് അതിറ്റിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. ഏതെങ്കിലും ഈ പിന്നെ വേട്ടാവളിയന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് പോലും കൊടുക്കണം എന്ന് വിചാരിച്ച ആൾ പോലും കൊടുക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ വേട്ടാവളിയന്മാരുടെ നാക്ക് അതുപോലെ തന്നെയാണ്. അതുമാത്രവുമല്ല, ഇവരെയൊന്നും ഒരാൾക്ക് പോലും കണ്ടുകൂടാ. ഇവൻ്റെയൊക്കെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് കണ്ടിട്ട് ഞാൻ ചിരിച്ച് മണ്ണ് കപ്പിപ്പോയിന്. അതായത് ഈ മുല്ല ആർമിക്ക് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഇവർക്ക് ആളും ഇതൊന്നുമില്ല. ഇവരുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കലാണ്. അതായത് കുത്തി വിട്ടുകൊണ്ടിരിക്കലാണ് പരിപാടി. ഇതാണ് ചെയ്യുന്നത്. അതായത് ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് മുല്ലേൻ്റെ ഫാദർ മുടക്കിയിരിക്കുന്നത്. മുല്ലേൻ്റെ അച്ഛൻ മുടക്കിയിരിക്കുന്നത് ലക്ഷങ്ങളാണ്. ഈ ലക്ഷങ്ങളൊക്കെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അയാളുടെ കാര്യം പോക്കാന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അയാൾ നല്ലോണം പെടും. അയാൾ ഒരുപാട് പേര് നല്ല രീതിയിൽ ഇതാ 50 ലക്ഷമല്ലേ കൊണ്ടുവരുന്നേ, പൈസ കൊടുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വോയിസ് ക്ലിപ്പൊക്കെ വന്നിട്ട് ഞാൻ കണ്ടു. അതായത് ചില ആൾക്കാരോട് പറയുകയാണ്, യാതൊരു ഉളുപ്പും നാണോ മാനോ ഇല്ലാതെ ഈ മുല്ലയുടെ തന്തപ്പടി പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, റീചാർജ് ഞാൻ ചെയ്തു തരാം, അതിന് പകരമായിട്ട് എനിക്ക് OTP നമ്പർ തരൂ, ഞാൻ വോട്ട് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് വോട്ടാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്ത് വൃത്തികെട്ട മനുഷ്യനാണ്. അതായത് സ്വന്തം മകൾക്ക് കളിച്ചിട്ട് പോലും അവിടെ ജയിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ തന്ത വന്നിട്ട് ഇപ്പോഴും പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ആൾക്കാരെ വലവീച്ച് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നു. നാണം കെട്ടിട്ട് നാരായണക്കല്ലായിട്ടാണ് നിൽക്കുന്നത്. ഓരോ വീട്ടിൽ നിന്ന് ഇയാൾ എറിഞ്ഞോടിക്കുകയാണ്. ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ തെറി പറയുകയാണ്. അതായത് ഇയാളുടെ ബന്ധുക്കൾ തന്നെ ഈ പെൺകുട്ടിക്ക് വോട്ട് കൊടുക്കത്തില്ല. അത്രമാത്രം വെറുപ്പിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി. എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും പുച്ഛമാണിതിന്. നിങ്ങളെന്താ വിചാരിക്കുക? പുച്ഛമാണ്. ഒരാളോട് പോലും സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾ കാണുന്നതല്ലേ ജിൻഡോനോടായാലും മറ്റുള്ളവരോടായി കഴിഞ്ഞാലും ഈ പെൺകുട്ടിയുടെ സംസാരം നിങ്ങൾ കാണുന്നതല്ലേ. എത്ര വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതേ വൃത്തികെട്ട രീതിയിലായതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഒരു വോട്ട് പോലും കൊടുക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്ന ടീം ഇന്ത്യയാണ് ഏറ്റവും വലിയ കോമഡി. അതായത് ജനങ്ങൾക്ക് ഇവർ കണ്ടു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഇങ്ങനെ കൈ ധരിക്കുന്ന ചില ടീമുകളാണ് ഇവരുടെ ആർമിക്കാർ. മനസ്സിലാക്കണം നിങ്ങൾ. ഒരു വേട്ടാവളിയന്മാർ യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ വർത്താനം പറയുന്നത്. ഇപ്പോൾ ഒരുത്തം വന്നിട്ട് ഏതിലോ ചാനലിൽ ആരൊക്കെയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടോ. എൻ്റെ ചാനലിൽ അവനൊന്നും ഞാൻ കയറ്റൂല. എന്താ കാരണം എന്ന് വെച്ചാൽ അവനൊന്നും യോഗ്യതയില്ല കയറ്റണ്ടേ. പിന്നെ എന്തിനാന്ന് വെറുതെയെങ്കിലും അവനെയൊക്കെ കൊടുക്കുന്നത്? അവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്ക് 10 വോട്ട് കൂടുന്നല്ലാതെ ഈ ജാസ്മിൻ ഒരു വോട്ട് പോലും കൂടത്തില്ല. കാരണം എന്താ വെച്ചാൽ അവൻ്റെ നാക്ക് അങ്ങനെയാണ്, അവൻ്റെ വായിൽ നിന്ന് വരുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ജാസ്മിൻ പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ, അതായത് കുറച്ച് സ്ത്രീകൾ അവരെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് ഇപ്പോൾ ജാസ്മിൻ ഇങ്ങനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കലാന്ന്. ഇനി എന്ത് വെള്ളയാണ് പൂശേണ്ടത് ജാസ്മിന?
അല്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് അവിടെ തേഞ്ഞൊട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ എന്തിനാ ഇനി വെള്ളം പൂശുന്നത്? ഒരാൾ പോലും ചെയ്യാത്ത കാര്യമാണ് ജാസ്മിൻ അവിടെ ചെയ്തത്. സ്വന്തം ജീവിതം വെച്ചിട്ട് ചെയ്തതാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒന്നിക്കലും ബുദ്ധിയില്ല. ഇല്ലെങ്കിൽ ഇതിന് പിന്നെ ആരോ പറഞ്ഞതുപോലെ ഇതിൻ്റെ എന്തോ ഒരു അസുഖമുണ്ട്, ഹോർമോണിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ജീവിതം നായെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കട്ട പുകയായി ജീവിതം, അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും വെക്കാനും ഇല്ലാണ്ടായി. ഇനി ആരെങ്കിലും അതിൻ്റെ കഥ പറയേ വേണ്ടായിരുന്നേ. ഇപ്പോഴും ഇതിൻ്റെ വിചാരം എന്താണെന്നറിയാം, ഗബ്രി എന്നെ കെട്ടുന്നാന്ന് ഇതിൻ്റെ വിചാരം. കഷ്ടമുണ്ട് കേട്ടോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക, എൻ്റെ പൊന്ന് ബിഗ് ബോസേ. ഇനി നിങ്ങൾ എന്തെന്നാക്കിയാലും വേണ്ടിയില്ല, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതായത് ഗബ്രി നിന്നെ കെട്ടൂല മോളെ, കെട്ടൂല എന്നൊന്ന് പറഞ്ഞു കൊടുക്കവിടുന്ന്. അതുപോലും ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി അതിൻ്റെ ഉള്ളിൽ കയറും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഗബ്രി പ്രതികാരദാഹിയായിട്ടാണ് കയറുക. അത് ഉറപ്പാന്ന് നടന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രീനെ വിളിച്ച തെറികളൊക്കെ ഗബ്രീൻ്റെ മനസ്സിലുണ്ടാകും. എടാ മുല്ലേൻ്റെ തന്തേ നീ കണ്ടോ, ഞാനങ്ങോട്ട് കയറട്ടെ എന്ന് ഗബ്രി പറയും. അത് ഉറപ്പാണ്. ഗബ്രി അവിടെ കിടന്ന് കാണിക്കുമ്പോൾ ഇവിടെ ഇനി ബ്ലോക്ക് ഡാഡിക്ക്, ഇനി ബ്ലോക്ക്, ഇവിടെ ബ്ലോക്ക്, അയ്യോ ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ കളിക്കേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നത്. അയാൾക്ക് ഇനിയും ഒരുപാട് ബ്ലോക്ക് വരും. ഉറപ്പായിട്ട് അയാൾക്ക് ബ്ലോക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇങ്ങനത്തെ ഒരു മോളുണ്ടെങ്കിൽ പിന്നെ ബ്ലോക്ക് ഡാഡി എന്നുള്ള പേര് വരികയും ചെയ്യും, ബ്ലോക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു വല്ലാതെ പിടിച്ചൊരു ജന്മമായിപ്പോയി, ഒരു വല്ലാതെ പിടിച്ചൊരു തന്തയായിപ്പോയി. ഒരു തന്തമാർക്ക് പോലും, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു മക്കളെ കൊടുക്കരുത് ഭഗവാനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. ഇത് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപമാനം ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു ഷോയിൽ വന്നിട്ട് എത്ര പെൺപിള്ളേരടിയുണ്ട്. ഇപ്പോൾ ശ്രീതു ആയാലും അർജുൻ ആയാലും അവർ രണ്ടും പ്രേമത്തിലാന്ന് പറയുന്നത്. ഇമ്മാതിരി പോക്കൃത്തരം കളിക്കുന്നുണ്ടാ, ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്നുണ്ടാ. എന്ത് തോന്നിയവാസം, എന്ത് ജനങ്ങളെ വെറുപ്പിക്കലാണ്. ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇനി ഇപ്പോൾ 2-3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഗുണമാണ് കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. ഇത് കാണാനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നു മുല്ലപ്പൂവിൻ്റെ ബാപ്പ നിങ്ങൾ ക്ഷമിക്കണമായിരുന്നു. കാരണം ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇവരുടെ ഈ കേളികൾ കാണാൻ ഒരുപാട് ടീമുകൾ വെയിറ്റിംഗ് ആണ്. അതുമാത്രവുമല്ല, ഇനി ഏഷ്യാനെറ്റിന് ഉത്സവം തന്നെയാണ്. കാരണം ഇതങ്ങ് വിടുവല്ലേ. കുറേ നാളായിട്ട് ഏഷ്യാനെറ്റിൻ്റെ റെസ്റ്റായിരുന്നു. അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിപ്പായിട്ട് വിട്ടുകൊണ്ടിരിക്കും. കടിക്കൂ കടിക്കൂ, പിടിക്കൂ പിടിക്കൂ, കാണൂ കാണൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലിപ്പായിട്ട് ഏഷ്യാനെറ്റ് വിട്ടുകൊണ്ടിരിക്കും. ഇനി ഇപ്പോഴും തന്തക്ക് പിരാന്തളാൻ തുടങ്ങും. എന്താ കാരണം എന്നറിയില്ലേ. അതായത് ഈ പിന്നെ ഏഷ്യാനെറ്റ് വിടുന്നത് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അയ്യോ എൻ്റെ മോളെ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വരുവാടുന്നത്. അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ പൊന്നു ബാപ്പൂട്ടി നിങ്ങൾ വരല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരരുത്, നിങ്ങൾ കേസൊന്നും കൊടുക്കരുത്. ഈ പെൺകുട്ടി ഇങ്ങനെ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യാനാണ്? ഇനി നിങ്ങൾ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല ഇനി. മനസ്സിലായ? ഉള്ള നാളും ഇതിൻ്റെ ജീവിതം ഇങ്ങനെയാണ് നടന്നത്. ഇതിൻ്റെ ജീവിതം ഇതുപോലെ ആയായിരുന്നു, തീർന്നു. അങ്ങനെയുള്ളൂ, വേറെ ഒന്നും പറയാനില്ലായിരുന്നു. സ്വന്തം മകളെ കൊണ്ടുപോയിട്ട് എന്തിനു വെച്ച് അന്ന് തന്നെ പിടിച്ച് കൊണ്ടുവന്നുകൂടായിരുന്നോ? അന്ന് ആ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി പാടണേ, ബാ നീയും കൂടി ബാന്ന് പറഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുവന്നുകൂടായിരുന്ന. ഇല്ലെങ്കിൽ ആ ബ്ലോക്ക് ഒരു 2 കൂടി കൂട്ടിയിട്ട് ICUയിൽ പോയി കിടന്നാൽ പോരെ? മോള് തനിയെ വരൂലേ? അപ്പോൾ ആ അച്ഛൻ്റെ ആഗ്രഹമാണ് അവസാനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചാനലാണ് വിടാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പെട്ടെന്ന് തന്നെ 2 ബ്ലോക്ക് ഉണ്ടാക്കിക്കോ, നേരെ പോയിക്കോ ICUയിലേക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി കയറുന്നതിൻ്റെ അടുക്ക് മോളെ രക്ഷിച്ചോ, ഇല്ലെങ്കിൽ ഗബ്രി പ്രതികാരം ചോദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ടേ എൻ്റെ സുഹൃത്തുക്കളെ, ബോട്ട് ജിൻഡോ. നന്ദി, നമസ്കാരം.